السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله الذي تساءلون به والأرحام. صدق الله صدق الله صدق الله مولانا الذي وصدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم: لا يجالسنا قاطع رحم، إن الرحمة لا تنزل على قوم فيهم قاطع رحم. صدق سيدنا محمد رسول الله صلى الله عليه وسلم: أبني إن من الرجال بهيمة في صورة الرجل سميع المبصر، فتن بكل مصيبة في ماله، وإذا أصيب بدينه لم يشعر. സയ്യിദുനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധവും പരിപക്വവുമായ വൈജ്ഞാനിക വേദിയെ അലങ്കരിച്ച പണ്ഡിത മഹത്തുക്കളെ, കാരണവന്മാരെ, യുവ സുഹൃത്തുക്കളെ, പിഞ്ചോമനകളെ, സ്നേഹ വാത്സല്യ നിധികളായ ഉമ്മ പെങ്ങന്മാരെ, വേദിയിലോ പരിസര പ്രദേശത്തോ സഹോദര മതത്തിൽപ്പെട്ട ആരെങ്കിലും ഈ മഹൽ സംരംഭം വീക്ഷിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വേദി നാമകരണം ചെയ്ത മഹാനായ റഈസുൽ മുഹഖിഖീൻ ശൈഖുനാ കുന്നിയത്ത് ഉസ്താദിന്റെ ഫളല് കൊണ്ട്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് മരിച്ചുപോയ മഹത്തുക്കളായ മശായിഖന്മാരെ ഫളല് കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. എല്ലാ സദുദ്ദേശത്തെയും അല്ലാഹു നിറവേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹൽ സംരംഭം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ഏതൊരു ലക്ഷ്യത്തോടെയാണോ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരും മരിക്കുമ്പോൾ അല്ലാഹു ഈമാനോടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ, ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ, ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നൂറുൽ ഇസ്ലാം മദ്രസ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മതപ്രഭാഷണ പരമ്പരയുടെ 2ാമത്തെ ദിവസമായ ഇന്ന്
ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും കാര്യങ്ങളെ ചർച്ച ചെയ്യുവാനും തൗഫീഖ് തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കാലികമായി പല കാര്യങ്ങളെ ചർച്ച ചെയ്യാനുണ്ടെങ്കിലും അണുകുടുംബം തകർച്ചയിലേക്ക് എന്ന വളരെ വിശാലമായ ഞാൻ 4-5 ദിവസം നിരന്തരം ചർച്ച ചെയ്യുന്ന വലിയ ഒരു വിഷയമാണ്. ഒരൊറ്റ ദിവസമാണ് എന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ വിഷയം ആറ്റിക്കുറുക്കി ഗുളികയാക്കി എവിടെങ്കിലും എത്തിക്കണമെന്ന ലക്ഷ്യമുണ്ടായതുകൊണ്ട് വേറെ മറ്റു ഭാഗത്തേക്കൊന്നും പോവാതെ ഈ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അണുകുടുംബം തകർച്ചയിൽ വർത്തമാനകാലത്ത് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഹൃദയം മൃഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാളും അധപ്പതിച്ച ഹൃദയാന്തരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ നീരുറവ വറ്റി വരേണ്ട കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. സ്വന്തം ഭാര്യയെ മൃഗീയമായി കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തത് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. സ്വന്തം മക്കളെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന കാലഘട്ടം, തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കടാരയ്ക്ക് മുമ്പിൽ വകവരുത്തുന്ന കാലഘട്ടം, മാതാപിതാക്കൾക്ക് പ്രസക്തിയില്ല, മക്കൾക്ക് പ്രസക്തിയില്ല, സ്നേഹബന്ധങ്ങൾക്ക് പ്രസക്തിയില്ല. മൃഗങ്ങളെപ്പോലും ലജ്ജിക്കുന്ന പ്രവണതകളാണ് ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യ മക്കളിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാത്തൊരു കാലഘട്ടം, സ്നേഹത്തിന് യാതൊരു പ്രസക്തിയില്ലാത്ത കാലഘട്ടം. ഒരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ രാജ്യവും തൊട്ടടുത്ത രാജ്യവുമായി, ഒരു സംസ്ഥാനത്തിൽ വന്നാൽ ആ സംസ്ഥാനവും തൊട്ടടുത്ത സംസ്ഥാനവുമായി, ഒരു ജില്ലയിൽ വന്നാൽ 2 ജില്ലകൾ തമ്മിൽ, ഒരു പഞ്ചായത്തിൽ വന്നാൽ പഞ്ചായത്തുകൾ തമ്മിൽ, ഒരു വാർഡിൽ വന്നാൽ 2 വാർഡുകൾ തമ്മിൽ, ഒരു കുടുംബത്തിലേക്ക് വന്നാൽ ആ കുടുംബത്തിലെ വ്യക്തികൾ തമ്മിൽ പരസ്പരം കടിച്ചു കീറുന്ന കലുഷിതമായ ഒരന്തരീക്ഷം. സ്വന്തം മാതാപിതാക്കളെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന കാലഘട്ടം. ഒന്നുകൂടി അങ്ങോട്ട് താൻ ഇറങ്ങി പറഞ്ഞാൽ 3 ദിവസം മുമ്പ് മരിച്ചുപോയ ഉമ്മയുടെ ഖബർ അർദ്ധരാത്രി സമയത്ത് പൊളിച്ചു വെച്ച് ഉമ്മയുടെ മയ്യത്തെ പുറത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് ഉമ്മയുടെ സ്വത്ത് മുഴുവനും എന്റെ പേരിലാക്കി തന്നിട്ടുണ്ട് എന്ന് വരുത്താൻ വേണ്ടിക്കൊണ്ട് ഉമ്മയുടെ ആ മയ്യത്ത് കഫംപുട പൊക്കിക്കൊണ്ട് ആ കഫംപുടയിൽ നിന്ന് ഉമ്മയുടെ കൈ പുറത്തേക്ക് വലിച്ച് ആ ഉമ്മയുടെ വിരൽ മഷി പുരട്ടിക്കൊണ്ട് കയ്യെ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ സ്വത്ത് എന്റെ പേരിലാക്കി തന്നിട്ടുണ്ട് എന്ന് വരുത്താൻ കയ്യെ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ മയ്യത്ത് വീണ്ടും ഖബറിലേക്ക് താഴ്ത്തി വെച്ചത് ഒരു മുസ്ലിം നാമധാരിയായ മോനാണെങ്കിൽ മാതാപിതാക്കൾക്ക് ഖബറിൽ കടക്കാൻ പോലും സ്വൈര്യം കൊടുക്കാത്ത മക്കളായി നമ്മളെ മക്കൾ അധപ്പതിക്കുമ്പോൾ, എവിടെയും അശാന്തിയുടെ നിഴൽ മാത്രം കാണുമ്പോ, എവിടെയും സമാധാനമില്ലാത്തൊരന്തരീക്ഷം കാണുമ്പോ, മനുഷ്യന്റെ ഹൃദയങ്ങൾ മരവിക്കുന്ന ഒരു അന്തരീക്ഷം കാണുമ്പോൾ, ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിഷയം ചർച്ച ചെയ്യുന്നത്. പഠിക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അണുകുടുംബം തകർച്ചയിൽ സ്വാഭാവികമായും കുറച്ച് ഉൾപ്രദേശമായതുകൊണ്ട് വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉപ്പയുണ്ട്, മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, രക്ഷിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവും, ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും, എളാപ്പയോ ഇളയമയോ മൂത്തമ്മയോ മൂത്താപ്പയോ, അടുത്തവരും അകന്നവരുമായ രക്തബന്ധമുള്ള കുടുംബ ബന്ധമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. വിനീതനായ ധാരിമി പ്രസംഗിക്കാൻ നിൽക്കുന്ന ഈ വേള, ഈ നിമിഷത്തിൽ പോലും മാതാപിതാക്കളുമായി, ജ്യേഷ്ഠാനുജന്മാരുമായി, കുടുംബാംഗങ്ങളുമായി ഭിന്നിച്ച് തെറ്റിക്കഴിയുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവാം. സ്നേഹബന്ധം വിച്ഛേദിക്കപ്പെട്ട ആളുകൾ കൂട്ടത്തിലുണ്ടാവാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിനീതന്റെ ശബ്ദം ശ്രവിക്കുക, ചെവി തുറന്നു വെക്കുക. ഒരു മറ്റൊരു പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പ്രഭാഷണത്തിന്റെ അവസാനം വരുമ്പോൾ ഉണ്ടാവണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ആരും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ വിചാരിക്കും പഠിച്ചോൻ ഉസ്താദ് വന്നപ്പോഴേക്ക് ആരാ അയാളോട് എന്തെല്ലാം മുട്ടിക്കൊടുത്തു, അത് വിചാരിക്കണ്ട. ഞാൻ മൊത്തത്തിൽ പറയാം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു കാരണവശാലും നമ്മളിങ്ങനെ ഭിന്നിച്ചു കഴിയേണ്ട ആളുകളല്ല. കുടുംബ പശ്ചാത്തലക്കുമ്പോൾ നമ്മൾക്ക് 2 കുടുംബങ്ങളെ കാണാൻ കഴിയും. ഒന്ന് ജോയിന്റ് ഫാമിലി, മറ്റൊന്ന് ന്യൂക്ലിയർ ഫാമിലി. ഒന്ന് ജോയിന്റ് ഫാമിലി അഥവാ കണക്ഷൻ ഫാമിലി.
ആ കുടുംബത്തിൽ മാതാപിതാക്കളെ വരും, വല്യപ്പമാര് വരും, വല്യമ്മമാര് വരും, ജ്യേഷ്ഠാനുജന്മാര് വരും, വളാപ്പമാര് വരും, വളയമ്മമാര് വരും. ഇങ്ങനെ വിശാലമായൊരു കാഴ്ചപ്പാട്. വീട് വേറെയാണെങ്കിലും ആ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ. ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം. മറ്റൊന്ന് ന്യൂക്ലിയർ ഫാമിലി അഥവാ അണുകുടുംബം. അവിടെ ഭാര്യയും മക്കളും ഭർത്താവും, വേറെ ഒരു ലോകം ഉണ്ടാവില്ല. സൃഷ്ടിച്ച ഒരണുകുടുംബം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതല്ല ഇസ്ലാമികമായ കുടുംബം. നമ്മുടെ കുടുംബം വിശാലമായ കാഴ്ചപ്പാടാണ്, കൂട്ടുകുടുംബമാണ്, ജോയിന്റ് ഫാമിലിയാണ്, കണക്ഷൻ ഫാമിലിയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പറ്റൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കം ചൊല്ലണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ ഇടക്കിടക്ക് ഞാനിങ്ങനെ പൊട്ടിത്തേങ്ങട്ട പോലെ ഇടക്കിടക്ക് സ്വലാത്ത് ചൊല്ലിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഉറക്കം നിങ്ങൾ സ്വലാത്തൊക്കെ ചൊല്ലി തെർദിയത്തൊക്കെ ചൊല്ലി ഒരു ആവേശം തരണം. എന്നാലും എന്തൊക്കെ പ്രസംഗിക്കാൻ കഴിയും. ഞാനങ്ങ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് അകലെന്ന് എന്റെ ദർസിന്റെ മുത്താലിമികളൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ലൊരു സദസ്സും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. വിശേഷ മലപ്പുറം ജില്ലയിലാണല്ലോ, അതുകൊണ്ട് നല്ല സദസ്സൊക്കെ പ്രതീക്ഷിച്ച വന്നത്. ഇൻഷാല്ലാ അത്യാവശ്യം ആളുകളെ കൊണ്ട് പരമാവധി ഉള്ള ആളുകളെ സഹകരിക്കണം, സഹായിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഇനി നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നില്ല, ഇനി നിങ്ങൾ സദസ്സായി സഹകരിക്കുന്നില്ലെങ്കിലും, സ്വലാത്തും ചൊല്ലുന്നില്ലെങ്കിലും പ്രസംഗിക്കാൻ കഴിയും. പ്രതികരണം ഇല്ലെങ്കിലും സദസ്സിന് പ്രസംഗിക്കാൻ കഴിയും. അങ്ങനെ പ്രസംഗമുണ്ട്. അതെങ്ങനെന്നറിയാവോ? നിങ്ങൾ സ്വലാത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. അത് പണ്ട് 2 കണ്ണും കാണാത്ത ഒരു അന്ധനായ ഒരു വ്യക്തി ഒരു പള്ളിയിലേക്ക് ഉറുദി പറയാൻ വന്നു. അയാൾ ചോദിച്ചു, ഈ മഹല്ലത്തിൽ എത്ര വീടുണ്ട്? അപ്പൊ അറിയാൻ കഴിഞ്ഞു 500ഓളം വീടുകളുണ്ട്. ഇയാൾക്ക് സന്തോഷമായി. 500ഓളം വീടുകളിൽ ജുമാക്ക് ശേഷം ഒരു പ്രഭാഷണം നടത്തിയ പോക്കറ്റ് നിറച്ച് കാശ് കിട്ടുമെന്ന് മനസ്സിലാക്കി ഇയാൾ പ്രസംഗം തുടങ്ങി. ഒരുപാട് നേരം പ്രസംഗിച്ചു. സദസ്സിനൊരു പ്രതികരണമല്ല. ഇടയ്ക്ക് വെച്ച് സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് ഈ സാധു പറഞ്ഞു, വഅലമു ഉമ്മത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. അപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ തോട്ടക്കാട് സംഭവിച്ചു, ഈ സദസ്സിൽ സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരാൾ സ്വലാത്തില്ല. ഇയാൾക്ക് സംശയം, പഠിച്ചവന്റെ സദസ്സിൽ ആരുമില്ല. ഇയാൾ റിപ്പീറ്റ് ചെയ്തു, ആവർത്തിച്ചു, വഅലമു ഉമ്മത്ത മുഹമ്മദ്. അപ്പൊ ഒരാൾ സ്വലാത്തില്ല. അപ്പൊ അന്തന് ഉറപ്പായി ഒരാളുണ്ടെന്ന്. അന്തൻ വീണ്ടും പറഞ്ഞു, വഅലമു ഉമ്മത്ത മുഹമ്മദ് സല്ലല്ലാഹു. അപ്പോഴും നേരത്തെ സ്വലാത്ത് ചൊല്ലി അതേ വ്യക്തി വീണ്ടും സ്വലാത്തില്ലേ. അപ്പൊ അന്തൻ ഉറപ്പായി സദസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അന്തൻ ചോദിക്കുക, എന്റെ നിങ്ങൾ മാത്രമല്ല വേറെ ആരും സദസ്സിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാഷണം കേട്ടിരിക്കുന്ന വ്യക്തി പറയാ, അത് ഞാൻ മാത്രമുള്ളൂ, മറ്റെല്ലാവരും എണീറ്റ് പോയി. അപ്പൊ അന്തൻ ചോദിച്ചു, എന്താ നിങ്ങൾ എണീക്കാത്തത്? ഞാൻ എണീക്കാത്തത് മറ്റൊന്നുമില്ല, എനിക്ക് എണീറ്റ് പോകണമെങ്കിൽ നിങ്ങളെ പ്രഭാഷണം കഴിയണം. നിങ്ങളെ പ്രസംഗം കഴിഞ്ഞ് പള്ളിന്റെ വാതിലൊക്കെ അടച്ച് മൈക്കൊക്കെ ഓഫാക്കിയാലുള്ളൂ എനിക്ക് പള്ളിന്റെ പുറത്തു പോകാൻ കഴിയൂ, കാരണം ഞാൻ പള്ളിയുടെ മുക്രിയാണ്. നമ്മൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്, സഹകരിക്കാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പ്രസംഗിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ, പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാലിസുനാഖാതിറഹിം, പരസ്പരം സ്നേഹബന്ധം മുറിച്ച് കുടുംബബന്ധം തകർത്ത് വാപ്പയുമായി, അനുജനുമായി, ജ്യേഷ്ഠനുമായി, വല്ലുമ്മയായി, വല്ലുപ്പയായി, ഭാര്യയായി, ഭർത്താവായി, മറ്റുള്ള ആളുകളുമായി പിണങ്ങി ജീവിക്കുന്ന ആളുകളാരോ, തെറ്റിക്കഴിയുന്ന ആളുകളാരോ അവരെന്റെ സദസ്സിലിരിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് പറയുമ്പോൾ, ഫഖാമ ഫതം മിനൽ ഹൽഖ, ആ സദസ്സിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ എണീറ്റു. ഇയാള് നേരെ ഇളയമാന്റെ അടുക്കലേക്ക് പോയി. വകാന ബൈനഹുമാ ബാദു ശൈ, ഈ ഇളയമയും ഈ മകനുമായി പ്രശ്നത്തിലാണ്, കലമ്പലിലാണ്, വിഷമത്തിലാണ്. ഇത് കണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ മേധാവി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, അങ്ങനെ രക്തബന്ധം തകർത്ത് കുടുംബബന്ധം തകർത്ത് ജീവിക്കുന്ന ആളുകളാരോ അവരെന്റെ സദസ്സിൽ പോലും ഇരിക്കരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാള് നേരെ ഇളയമാന്റെ അടുക്കലേക്ക് പോയി. ഇളയമയുമായുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവാക്കി ആ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് വീണ്ടും ഇയാള് സദസ്സിൽ വന്നിരിക്കുക. അന്നേരം പുഞ്ചിരിയോട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്രേ, എന്തുകൊണ്ടാണ് എന്റെ സദസ്സിൽ പരസ്പരം കുടുംബം തകർത്ത് ജീവിക്കുന്ന ആളുകൾ ഇരിക്കരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹിം. ഏതൊരു ജനതയുണ്ടോ, ഏതൊരു സദസ്സുണ്ടോ, ആ സദസ്സിൽ ആരെങ്കിലും തന്റെ ബന്ധുക്കളുമായി കുടുംബങ്ങളുമായി പിണങ്ങിയാണോ ജീവിക്കുന്നത്, അങ്ങനെ പിണങ്ങി ജീവിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സദസ്സേതോ, ആ സദസ്സിലേക്ക് പോലും അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമല്ലെന്ന് സാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തോട്ടക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് വിനീതനായ ഹൈത്തമിന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ബന്ധുക്കളുമായി കുടുംബങ്ങളുമായി പിണങ്ങിയാണോ ഈ സദസ്സിലിരിക്കുന്നത്, ഈ സദസ്സിലേക്ക് റഹ്മത്ത് വരൂല്ലെന്നാരാ പറഞ്ഞത്? ഒരസത്യത്തിന്റെ ലാഞ്ചന പോലും ഏറ്റിട്ടില്ലാത്ത പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാ പിന്നെ ആരും സദസ്സിന് എണീറ്റ് പോകണ്ട. ഞാൻ ഈ ഹദീസ് ഒരു ഭാഗത്ത് ഓതിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് പോയി. പിറ്റേ ദിവസം ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സംഘാടകരോട് ചോദിച്ചു, അല്ല ഞാൻ ഇന്നലെ ഹദീസ് ഓതിയ സമയത്ത് ആ കുട്ടി എണീറ്റ് പോകാനുള്ള കാര്യം, ചെറുപ്പക്കാരൻ എണീറ്റ് പോകാനുള്ള കാര്യം എന്താ? അപ്പൊ സംഘാടകർ പറയാം, ഉസ്താദേ അയാളും അയാളെ ജ്യേഷ്ഠനോട്ട് ഒരുപാട് കാലമായിട്ട് പിണക്കത്തിലാണ്, ആ പിണക്കം തീർക്കാൻ അയാൾ സന്നദ്ധനല്ല, എന്നാൽ ഞാൻ ഇരുന്നത് കൊണ്ട് സദസ്സിലേക്കുള്ള റഹ്മത്തില്ലാണ്ടാവണ്ട, എന്റെ ശല്യം വേണ്ട എന്ന് പറഞ്ഞ് എണീറ്റ് പോയതാണ് ചെറുപ്പക്കാരെന്ന. എന്നാലും ആ പ്രശ്നം തീർക്കാൻ സന്നദ്ധനല്ല എന്നർത്ഥം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരിക്കലും ഭിന്നിച്ചു കഴിയേണ്ട ആളുകളല്ല. ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് തെറ്റിപ്പിരിയാതൊരു പ്രശ്നമല്ല, ഒരു ഹോബിയാണ്, ഒരു ഹോബിയാണ്. നിസാര കാര്യം മതി, അപ്പോഴേക്ക് പറയും എന്റെ മയ്യത്തും പുറം കൂടി കാണണ്ട. ചെറിയ വിഷയം മതി, അപ്പോഴേക്ക് പറയും എന്റെ മയ്യത്തും പുറം കൂടി കാണണ്ട. ഒരു പക്ഷേ എയർപോർട്ടിൽ പോയി പ്ലെയിൻ കയറുന്ന സമയത്ത് അയാൾ ടാറ്റ കാണിച്ചു, നമ്മൾ കാണാത്തത് കൊണ്ട് തിരിച്ചങ്ങോട്ട് ടാറ്റ കാണിച്ചില്ല. എന്നോടൊന്നും ടാറ്റ കാണിക്കാൻ പോലും സന്നദ്ധനല്ല, എന്നാ പിന്നെ അവരോടും കൊണ്ടല്ല. ഇത്ര മതി. പല ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിലേക്ക് വാപ്പ വന്നു കഴിഞ്ഞാൽ തല താഴ്ത്തും, അനുജൻ വന്നു കഴിഞ്ഞാൽ തല വലത്തോട്ട്, ജ്യേഷ്ഠൻ വന്നു കഴിഞ്ഞാൽ തല ഇടത്തോട്ട്. എന്താ കാര്യം? എല്ലാവരോടും പിണക്കാം, ആരോടും മിണ്ടൂല. ഇനി എപ്പോഴാ തല പൊക്ക? അത് കണ്ണാടി നോക്കി ഇങ്ങനെ ഇളിക്കുക, നല്ല മൊഞ്ച. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പാടില്ല സഹോദരങ്ങൾ. ശരിക്കും വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക, ശരിക്കും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുക. ഒരിക്കലും ഭിന്നിച്ച് ജീവിക്കേണ്ട ആളുകളല്ല, തെറ്റിപ്പിരിയേണ്ട ആളുകളല്ല. എന്റെ സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ സദഖ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്ഖുലുൽ ജന്നത ഖാതി. കുടുംബ ബന്ധം തകർക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. ഒരുപാട് നിസ്കരിക്കുന്നവന്, ഒരുപാട് നോമ്പ് നോൽക്കുന്നവന്, ദാനധർമാധികാരങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാണ്. പക്ഷേ വാപ്പായോടെ പിണക്കമാ, അനുജനോട് പിണക്കമാ, കുടുംബത്തിലെ പല ആളുകളുമായി പിണങ്ങിയാ ജീവിക്കുന്നത്. അത്യാദി ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കൂലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ സഹജ ദേഷ്യം പിടിച്ച സ്വാഭാവികമായും ദേഷ്യം പിടിക്കും, മനുഷ്യ സഹജ. പക്ഷെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് കടാര വലിച്ചൂരാനോ, അല്ലെങ്കിൽ എന്റെ മയ്യത്ത് കാണണമെന്ന് പറയാനോ, ശാഠ്യം പിടിച്ചാനോ, അല്ലെങ്കിൽ കലം അല്ല പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. നബി തങ്ങളെ പറയാൻ, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, ദേഷ്യം എന്നുള്ളത് പിശാചിന്റെ പക്കൽ നിന്നാണ്. വഇന്ന ശൈത്താന ഖുലിക മിനന്നാർ, പിശാചിനെ സൃഷ്ടിക്കപ്പെട്ടത് തീയിനാലാണ്. വഇന്നമാ തുത്ഫഉന്നാറു ബിൽമാ, തീയണക്കാൻ ഉപയോഗിക്കാനുള്ളത് വെള്ളമാണ്. അതുകൊണ്ട് ഫൈദാ ഗളിബ അഹദുക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ഫല്യതവല്ല, അവൻ വുളൂ ചെയ്ത് കൊള്ളട്ടെ. മുഹമ്മദ് മുസ്തഫ. ദേഷ്യ പിശാചിന്റെ പക്കൽ നിന്ന്, പിശാചിനെ സൃഷ്ടിക്കപ്പെട്ട തീയിനാല, തീ അണക്കാൻ ഉപയോഗിക്കാനുള്ളത് വെള്ളമാ. അതുകൊണ്ട് ദേഷ്യം വന്നാൽ ഫല്യതവല്ല, അവൻ വുളൂ ചെയ്ത് കൊള്ളട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ആരോടാണോ കലമ്പുന്നത്? അവന്റെ പെരടിക്ക് രണ്ട് വെച്ചു കൊടുക്കാന്നല്ലാതെ ആ സമയത്ത് ഇപ്പൊ ഹൗസും തേടി പോവാനാ, വെള്ളം തേടി പോവാനാ? പറയും പരിഹാര മാർഗമുണ്ട്.
വേറെ പരിഹാരമാർഗമുണ്ട്. 2 ചെറുപ്പക്കാർ റസൂലുള്ളാഹിനെ വെച്ചുകൊണ്ട് കലമ്പിക്കൊണ്ടിരിക്കുക. ഒരു ചെറുപ്പക്കാരൻ ദേഷ്യം പിടിച്ച് പല തെറിയഭിഷേകം ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ذهب عنه ما يجد وقال رسول الله മനെ പരമാവധി പറഞ്ഞിട്ടില്ലേ ذهب عنه ما يجد وقال رسول الله صلى الله عليه وسلم. ഇയാളെങ്ങാനും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ഇയാളെ ദേഷ്യം ഓട്ടോമാറ്റിക്കായി നീങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രൂപത്തിൽ ദേഷ്യമില്ലായ്മ ചെയ്യുക എന്നല്ലാതെ കുടുംബം തകർക്കുന്ന ദുരവസ്ഥ മുസ്ലിമേ നമുക്ക് കരണീയമല്ല, ഭൂഷണമല്ല. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കുക. സ്വാഭാവികമായി നമ്മളെ കുടുംബങ്ങളൊക്കെ ഭിന്നിക്കാനും കലമ്പലുണ്ടാവാനും പ്രശ്നങ്ങളുണ്ടാവാനും കുടുംബങ്ങൾ തമ്മിൽ അനൈക്യപ്പിരാവാനും കാരണം അത് വിശിഷ്യ നമ്മുടെ മുസ്ലിം സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മാരകമായൊരു രോഗമുണ്ട്. അതെന്തെന്നറിയാവോ? ഇപ്പൊ സ്വാഭാവികമായും എനിക്ക് അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു വിട്ടുമാറാത്ത തലവേദന, മറ്റെന്തെങ്കിലും ഒരു അസുഖം, പല ട്രീറ്റ്മെന്റും ചെയ്യുന്ന പല ഡോക്ടേഴ്സിനും കാണുന്നു, ഒരു കുറവുമില്ല, ഒരു എഫക്റ്റും ഇല്ല. എന്നാ പിന്നെ എന്താ ചെയ്യാ? എവിടെയാണോ കൊടി കുത്തിയത്, എവിടെയാണോ സിദ്ധന്മാരുള്ളത്, വ്യാജന്മാരുള്ളത്, കപടന്മാരുള്ളത്, സന്യാസിമാരും അതേ പ്രകാരം തന്നെ ജ്യോത്സ്യന്മാർ, എവിടെയാണോ കൊടി കുത്തിയത്, അന്ധന്മാര്, എവിടെയാണോ സിദ്ധന്മാരുള്ളത്, അവിടെയൊക്കെ കയറിപ്പോവും. കൊടി കുത്തിയെടുത്തൊക്കെ കയറിപ്പോവും. വിശിഷ്യ നമ്മുടെ മുസ്ലിം സമൂഹം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് എന്താ പറയാ? എനിക്ക് ഒരുപാട് കാലം തലവേദന, ഒരുപാട് കാലമായിട്ട് ഒരു കുറവില്ല. അന്നേരം എന്താ സിദ്ധൻ എന്താ ചോദിക്കുന്നറിയാവോ? കുടുംബത്തിൽ ആരെങ്കിലും പണക്കുള്ളവരുണ്ടോ? ഞാനും എന്റെ ജ്യേഷ്ഠനായിട്ട് സ്വല്പം പെശക, ഇപ്പോഴെങ്കിലും എന്നെ സമീപിച്ച് നന്നായി പോയി, കുറച്ചു കാലം കൂടി കഴിഞ്ഞു വരുന്നെങ്കിൽ പിടുത്തം വിട്ടേനെ എന്ന് വെച്ചാ നിന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള സിഹറും മാട്ടും മാരണം നിന്റെ ജ്യേഷ്ഠൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഈ ഒരു ഡീറ്റെയിൽസ് അങ്ങ് കിട്ടിയ ഖിയാമത്ത് നാൾ വരേക്ക് ജ്യേഷ്ഠനായിട്ടൊരു ബന്ധമല്ല. ബന്ധമല്ലെന്ന് മാത്രമല്ല, പിന്നെ ജ്യേഷ്ഠൻ അങ്ങോട്ട് തിരിച്ച് സ്വീകരിച്ച് ചെയ്യണം. അതിന്റെ തകൃതിയില്ല. അള്ളാഹു കാത്തിരക്ഷിച്ചു. ഞാൻ വെറുതെ പറയുന്നല്ല. 60-75 വയസ്സ് വരുന്ന പിതാവ് അറ്റാക്കായി മരിച്ചു. ഒരു അനുഭവം, അറ്റാക്കായി മരിച്ചു. കുടുംബക്കാർ ഈ രൂപത്തിലെ സിദ്ധന്റെ അടുത്ത് പോയി. ഇതിപ്പോ എന്തൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇത് ഓഫാക്കാൻ നിർവാഹമൊന്നുമില്ലല്ലോ അല്ലേ? കുടുംബക്കാർ ഈ രൂപത്തിൽ സിദ്ധനെ സമീപിച്ചു. സിദ്ധൻ പറഞ്ഞു, മരുമകളെ സിഹർ ചെയ്തിട്ടാണ് അമ്മോഷം തട്ടിപ്പോയത്. പാവം, ആ പെണ്ണിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇന്ന് അവളെ വീട്ടിൽ കഴിയാം. ഈ രൂപത്തിൽ കുടുംബം തകർക്കുന്ന കുഞ്ഞാലിമാർ നമ്മുടെ നാനാഭാഗത്ത് വട്ടമിട്ട് സ്വൈരവിഹാരം നടത്തുന്നു. മുസ്ലിം സമൂഹം ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് ചാടുന്നു, അബദ്ധത്തിൽ പെട്ടുപോകുന്നു, കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു. അന്ധവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ്, അനാചാരത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് സിദ്ധന്മാരെയും വ്യാജന്മാരെയും അതേ പ്രകാരം തന്നെ ഒരുപാട് ജ്യോത്സ്യന്മാരെയും സമൂഹം സമീപിച്ചുകൊണ്ട് സമൂഹം, കുടുംബങ്ങൾ തകർക്കപ്പെടുന്ന ദുരവസ്ഥ നമ്മൾ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നു. മാറാവ്യാധി രോഗമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല സഹോദര. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മന്നതാ കാഹിന, ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കുന്നവ സദ്ദഖ ബിമാ യഖൂൽ, ജ്യോത്സ്യം പറയുന്ന കാര്യങ്ങളൊക്കെ അണ്ണാക്ക് തട്ടാതെ വിഴുങ്ങുന്നു, സത്യമാണെന്ന് വിചാരിച്ചാൽ ഹുജിബത്ത് അൻഹു തൗബത്തു 40 ലൈല, 40 രാത്രികാലത്തോളം. മറ്റൊരു ഹദീസിൽ കാണാം 40 ദിവസക്കാലത്തോളം അവന്റെ ഒരൊറ്റ തൗബയും അല്ലാഹു സ്വീകരിക്കില്ല. മറ്റൊരു ഹദീസിൽ കാണാം അവന്റെ ഒരൊറ്റ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ ആരസ്കാരം സിദ്ധന്മാരെ സമീപിക്കുന്ന ആളുകളെ സ്കാരം, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകളെ സ്കാരം. അതുകൊണ്ട് ഒരിക്കലും സിദ്ധപ്പണി എടുക്കാൻ പാടില്ല, വ്യാജന്മാരെ സമീപിക്കാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പഠിച്ചവനെ ഞങ്ങൾ വല്ലാത്ത പൊല്ലാപ്പിലാപ്പെട്ട് ഇയാളിപ്പോ ദാരിമിയാണ്, ഹൈത്തമിയാണ്, ഗണ്ടാമുണ്ടിയാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന കാക്ക, ഇയാളെന്താ മുജാഹിദ, ഇയാളെന്താ ജമാഅത്ത് തന്നെ, ഇയാൾക്കെന്താ സിഹറിലും മാട്ടുമാനത്തൊന്നും വിശ്വാസമല്ലേ? അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. സിഹറും മാട്ടുമാനൊക്കെ നിഷേധിക്കാൻ ആരെ കൊണ്ടേ കഴിയൂ? അത് തലച്ചോറിൽ വെള്ളം വറ്റിയ ഏതെങ്കിലും മുജാജമകൾ ഉണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കാം, നമ്മക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. സിഹറും മാട്ടുമാനും നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടല്ലോ. ലബീബ് എന്ന് പറയുന്ന മജൂസ് റസൂലുള്ളാഹിക്കെതിരെ ദർവാൻ കാറ്റിനകത്ത് സിഹർ ചെയ്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന് പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഭൂമിയിൽ ഇറങ്ങി വരുന്ന മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ
അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്കെതിരെ ബിർവാൻ കിണറ്റകത്തിൽ ലബീദ് എന്ന് പറയുന്ന മജൂസി സിഹർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വസ്തു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ആ സിഹർ ചെയ്ത വസ്തുക്കൾ കൊണ്ടുവരപ്പെടുന്നു. അതിനകത്ത് 11 കെട്ടുകളെ മറ്റനേകം വസ്തുക്കളുണ്ട്. ഈ സിഹിർ വസ്തു കൊണ്ടുവരപ്പെട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. അന്നേരം ജിബ്രീൽ അങ്ങ് ഓതിക്കേൽപ്പിക്കാൻ തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. 2 സൂറത്ത് എല്ലാവരും ഓതി. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നൂറുൽ ഇസ്ലാം മദ്രസ സെക്കൻഡറി മദ്രസല്ലേ ഫൈസി സാറേ? സെക്കൻഡറി മദ്രസ 10 വരെയൊക്കെയല്ലേ? പിന്നെന്താ കുല്ലാവുദ് റബ്ബിന്നാസിന്റെ ഒച്ചൊന്ന് കേൾക്കാത്ത? അതുകൊണ്ടായിരിക്കും. ബസ് ഇൻഷാ അല്ലാഹ്. പഞ്ചസാരൊക്കെ കൂടെ ഭയങ്കര വില തോന്നുന്നുണ്ടല്ലേ? അതെനിക്ക് ഷുഗറിന് വിചാരിച്ചു. അല്ലാഹു അലം. ശ്രദ്ധിക്കാം. ഈ 2 സൂറത്തുകൾ ഓതാൻ തുടങ്ങി. ഈ 2 സൂറത്തിനകത്ത് മൊത്തത്തിൽ 11 ആയത്തുകളാ. സിഹർ ചെയ്ത വസ്തുവിലോ 11 കെട്ടുകളാ. ഓരോരോ ആയത്തുകൾ ഓതുമ്പോഴും ഓരോരോ കെട്ടുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. 11 ആയത്ത് പൂർത്തിയാക്കുന്നു, 11 കെട്ടുകൾ പൊട്ടിത്തെറിക്കുന്നു. റസൂലുള്ളാഹിന്റെ സിഹർ ബാത്തിലാകുന്നു. ഇമാം ബുഖാരി തങ്ങളെ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അപ്പൊ സിഹറിലാന്ന് പറയാൻ പറ്റുമോ? സിഹറും മാട്ടുമാറിനൊക്കെ ഉണ്ട്. സിഹറുമാട്ടുമാറിനൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ കൊടികുത്തിയ വാർത്തൊക്കെ കയറിച്ചില്ല, എന്നിട്ട് കുടുംബം തകർക്കുക, ഈ ഒരു ദുരവസ്ഥ മുസ്ലിമിനെ ഉണ്ടാവാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഇനി ശ്രദ്ധിക്കാം. ഈ സ്വാഭാവികമായും നമ്മൾ ഉസ്താദുമാരെ കാണുമ്പോൾ പറയുന്നൊരു പ്രയോഗമുണ്ട്. അല്ലെങ്കിൽ സാദാത്യങ്ങളെ കാണുമ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങള്, മുനവ്വർ അലി ശിഹാബ് തങ്ങള് മഹത്തുക്കളാകുന്ന ആളുകളെ വേദിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഉസ്താദുമാരെ കാണുമ്പോ സാദാത്യങ്ങളെ കാണുമ്പോൾ പറയുന്നൊരു പ്രയോഗമുണ്ട്. എന്താ പറയാ? നിങ്ങൾ പറയും. എന്താ പറയാ? സലാം പറയില്ലേ? പിന്നെന്താ പറയാ? തങ്ങളെ പാപ്പ അൽഹംദുലില്ലാ ദ്വാരക്കണേ, തങ്ങളെ പാപ്പ ദ്വാരക്കണേ, ഉസ്താദെ ദ്വാരക്കണേ. ഇത് നമ്മളെല്ലാവരും പറയുന്നൊരു പ്രയോഗമാണ്. എന്തിനു വേണ്ടി ദുആ ചെയ്യണം? ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, അതേ പ്രകാരം ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം നമ്മൾ പറയുന്നതാ. എന്നാൽ എന്റെ മുസ്ലിമേ, ബറക്കത്തിന്റെ താക്കോല് തേടി, ആഫിയത്തിന്റെ, ആരോഗ്യത്തിന്റെ, ദീർഘായുസ്സിന്റെ താക്കോല് തേടി അങ്ങ് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ രാപ്രയാണം നടത്തേണ്ട ഗതികേട് മുസ്ലിമേ നമ്മുടെ മുമ്പിലില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന പച്ചക്കുബക്ക് താഴ്വാരത്തം വിശ്രമം കൊള്ളുന്ന നമ്മുടെ കരളിന്റെ കാതിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബറക്കത്തിന്റെ താക്കോല്, ദീർഘായുസ്സിന്റെ താക്കോല്. ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കുക. നബി തങ്ങൾ പറയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും ഭക്ഷണത്തിൽ വിശാലത ചെയ്യപ്പെടലിനെ, ബറക്കത്തിനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ, ദീർഘായുസ്സിനെയും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ, അവനവന്റെ രക്തബന്ധം ഊട്ടിയുറപ്പിക്കട്ടെ, അവന്റെ കുടുംബബന്ധം നിലനിർത്തട്ടെ, ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ പിഴച്ചു സമൂഹമേ? നമുക്ക് എവിടെയാണ് നമ്മുടെ അപജയം സംഭവിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. ഇന്നലകളെ കാലത്ത് നമ്മുടെ വാപ്പകാരണവന്മാര് കാണിച്ചു തന്നിരുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ, സ്നേഹബന്ധമുണ്ടല്ലോ. അതെന്തേ നമുക്ക് നഷ്ടപ്പെട്ടു പോവാനുള്ള കാരണം? എവിടെയാ നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടത്? നമ്മുടെ വാപ്പമാര് തമ്മിലുള്ള സ്നേഹം, എളാപ്പമാര് തമ്മിലുള്ള സ്നേഹം, വല്യുപ്പമാര് തമ്മിലുള്ള സ്നേഹം. ഇന്നെവിടെ പോയി ആ സ്നേഹം? ഇന്ന് ആ സ്നേഹമുണ്ടോ? ഇന്ന് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ സ്നേഹമുണ്ടോ? എവിടെ പോയി നമ്മുടെ സ്നേഹം? ശരിക്കും നിങ്ങൾ പഠിക്കുക എന്റെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. ഒരു വേള ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് കുറച്ച് ചെറുപ്പക്കാര് വരിക. അവര് വന്നുകൊണ്ട് പറയാ, നബിയെ, ഞങ്ങളെ ഭക്ഷണം കഴിക്കുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിൽ നീരാട്ടം നടത്തുന്നവരാ. എല്ലാവിധ സുഖാഡംബരങ്ങളുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ചാലും ഒരു വിശപ്പടങ്ങാത്ത പോലെ, ഭക്ഷണം കഴിക്കാത്ത പോലെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക, മക്കളെ, നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കാനുള്ളത്? സെപ്പറേറ്റ് ഓരോരുത്തർ ഓരോ പ്ലേറ്റിൽ വെച്ചുകൊണ്ട് സെപ്പറേറ്റ് ആണോ ഭക്ഷണം കഴിക്കുന്നത്? അതല്ല, കൂട്ടമായി ഒന്നിച്ചിരുന്നൊരു തലയിൽ നിന്നാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? പഠിക്കണം. ഇവര് പറഞ്ഞു, നബി, അത് ഞങ്ങൾ സെപ്പറേറ്റ് ഓരോ പ്ലേറ്റിൽ നിന്ന് കഴിക്കാനുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറയാ, പരിപാടി അങ്ങ് മാറ്റുക. ഒന്നിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതല്ലേ നമ്മുടെ വാപ്പന്മാർ? നിങ്ങൾ അവരെത്ര ബുദ്ധിമാന്മാരാ. നമ്മുടെ പിതാക്കൾ പൂർവ്വസൂരികളായ ആളുകൾ, അവരെ മക്കളെയും കുട്ടികളെ എല്ലാവരും ഒന്നിച്ചിരുത്തിക്കൊണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ കാലത്തുള്ള സ്നേഹം ഇന്നുണ്ടോ? ഇതാര് പഠിപ്പിച്ചതാ? മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ സെപ്പറേറ്റ് വരെ പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നു മാത്രമല്ല, അതിനേക്കാളൊക്കെ ഏറ്റവും നെറികെട്ട നീചമായ നെറികെട്ട പരിപാടി, നെറികെട്ട പ്രതിഭാസം ഏതാ? ബുഫേ. നെറികെട്ട പരിപാടി. ഓരോരോ കല്യാണങ്ങൾക്ക് വേണ്ടി മാന്യമായി ഇക്റാമുൽ ലൈഫ്, അതിഥിയെ മാന്യമായി സൽക്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ അതിഥികളെ വിളിച്ചു വരുത്തും. സദ്യയ്ക്ക് വേണ്ടി കല്യാണത്തിന് മറ്റൊക്കെ അതിഥികളെ വിളിച്ചു വരുത്തും. എന്നിട്ട് വേണ്ടതെടുത്തുകൊണ്ട് നടന്നുകൊണ്ട് കന്നുകാലികളോ ജീനിക്കുന്ന പോലെ നടന്നു തിന്നാം. ബൊഫേ സമ്പ്രദായം. ഇത് നീചമായ മൃഗസ്യമായ പരിപാടിയാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടാത്ത പ്രതിഭാസമാണ്. അള്ളാഹു കുറച്ച് സമ്പത്തൊക്കെ തരും, കുറച്ച് സ്വത്തൊക്കെ തരും, അത് അള്ളാഹു തരുന്ന അനുഗ്രഹം. പക്ഷെ സമ്പത്ത് കൂടുമ്പോ എന്തുമാവാമെന്നൊരു അഹന്ത, അത് പാടില്ല. അതുകൊണ്ട് ആ ബൊഫേ വൃത്തികെട്ട പരിപാടി, വൃത്തികെട്ട ബൊഫേ സമ്പ്രദായം അതൊരിക്കലും നമ്മുടെ കുടുംബത്തിനുണ്ടാവാൻ പാടില്ല, സദ്യകൾക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹു നന്മ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ബൊഫേ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിക്ക, മനസ്സിലായിട്ടില്ലേ? ഇൻഷാ അല്ലാഹ്. എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി പഠിപ്പിക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, എന്നാൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹി പറയാതെ അതേ പ്രകാരം ദീർഘായുസ്സ് വേണോ? എന്നാൽ കുടുംബബന്ധം നിലനിർത്തിക്കോ. അവനവന്റെ രക്തബന്ധം ഊട്ടിയുറപ്പിക്കട്ടെ, കുടുംബബന്ധം നിലനിർത്തട്ടെ, എന്നാൽ ദീർഘായുസ്സ് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുക, ഒരു വേള ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം, പൊന്നാര മനുഷ്യന്മാർ, നിങ്ങൾ വല്ലാത്ത മനുഷ്യന്മാർ. അസ്റായീലിന്റെ പേരിട്ടൊരു പേടിയില്ലെന്നോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീലല്ലേ അലൈഹിസ്സലാം അതൊക്കെ പറഞ്ഞത്? സോഫി, ഇതൊക്കെ നല്ലതല്ല. അസ്റായീലല്ലോ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. വല്ലാത്ത കിണ്ടാൻ വേണ്ടി പഠിച്ചോനെ, മൊട്ടടിച്ചിട്ട് പതിച്ച് ലോകം ഫുള്ള് കാണുന്നു പറഞ്ഞു. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വേള മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മജ്ലിസിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് ദാവൂദ് നബിയുടെ മുമ്പിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ആകർഷണയോടെ നോക്കി അസ്റായീല് പറഞ്ഞത്രേ, ചെറുപ്പക്കാരൻ ഭൂമിയിൽ ജീവിക്കുന്നത് ഓൺലി 6 ദിവസമാണ്. എത്ര? 6 ദിവസമാണ്. ഇയാൾ 7ാമത്തെ ദിവസമായാൽ ഇയാൾ ഭൂമിയിലുണ്ടാവില്ല. 7ാമത്തെ ദിവസമായാൽ ഇയാൾ മരിച്ചു പോകുമെന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറയുന്നു, പ്രഖ്യാപിക്കുന്നു. അസ്റായീൽ അവിടെ നിറഞ്ഞിട്ടിരിക്കുന്നു. 6 ദിവസം കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ മരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 6 ദിവസമല്ല, 6 ആഴ്ചയല്ല, 6 മാസമല്ല, 6 വർഷമല്ല, 12 വർഷമല്ല, 18 അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫവജദ ദാവൂദ് ദാലിക റജുല ഹയ്യാ. 10-20 വർഷം കഴിഞ്ഞ്, 20ഓളം വർഷം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞ് മരിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ഇയാൾ ഇപ്പോഴും നടന്നു പോകുന്നു 2 കാലിലൂടെ. മരിച്ചിട്ടില്ല. 6 ദിവസം കഴിഞ്ഞാൽ മരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആള് 20 വർഷം കഴിഞ്ഞു, ഇയാൾ എപ്പോഴും കേട്ടില്ല, മരിച്ചിട്ടില്ല. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ദാവൂദ് നബി ചോദിക്കുക, നിങ്ങളല്ലേ പറഞ്ഞതാ ചെറുപ്പക്കാരൻ 6 ദിവസം കഴിഞ്ഞാൽ മരിച്ചു എന്ന്? പക്ഷേ 6 ദിവസമല്ല, 6 വർഷമല്ല, 12 അല്ല, 10-20 വർഷം കഴിഞ്ഞല്ലോ, അയാൾ ഇപ്പോഴും മരിച്ചില്ലല്ലോ. എന്താ അസ്റായീലിന്റെ മറുപടി? അതേ, ചെറുപ്പക്കാരൻ മരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ച സദസ്,
ആ സദസ് അവിടുന്ന് പിരിച്ചുവിട്ട പാടെ, ആ സദസ് അവിടുന്ന് ഒഴിഞ്ഞു പോയ പാടെ ഈ ചെറുപ്പക്കാരൻ നേരെ പോയതൊരു ബന്ധുവിന്റെ വീട്ടിലേക്കാണ്, കുടുംബക്കാരന്റെ വീട്ടിലേക്കാ. പിണങ്ങി ജീവിക്കുന്ന, തെറ്റി ജീവിക്കുന്ന ഒരു കുടുംബക്കാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ കുടുംബക്കാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവാക്കുന്ന, പ്രശ്നങ്ങൾ തീർക്കുന്നു. ഈ ഒരൊറ്റ കാരണത്താൽ ഫമദ്ദല്ലാഹു ഫീ ഉംരിഹി 20 സനാ. അതേ, ആ പിണങ്ങി ജീവിക്കുന്ന ബന്ധുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തു എന്നൊരൊറ്റ കാരണത്താൽ, കുടുംബബന്ധം നിലനിർത്തിയെന്ന കാരണത്താൽ ഫമദ്ദല്ലാഹു ഫീ ഉംരിഹി 20 സനാ. അല്ലാഹു ആ ചെറുപ്പക്കാരന് 20 വർഷം കൂടി ദീർഘായുസ് കൊടുത്തു എന്ന് മലക്കുൽ മൗത്ത് പറയുന്നു. മുഹമ്മദ് മുസ്തഫ ഇസ്രായേൽ അങ്ങനെ പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഭക്ഷണത്തിൽ വിശാലത ചെയ്യപ്പെടലെയും ബറക്കത്തിനെയും ദീർഘായുസ്സിനെയും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ ഫല്യസിൽ റഹിമഹു, അവനവന്റെ രക്തബന്ധം, കുടുംബബന്ധം ഊട്ടി ഉറപ്പിക്കട്ടെ. സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. അണുകുടുംബമല്ല, ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബത്തിലേക്ക് കടന്നു വരിക. നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പ്രശ്നങ്ങൾ തീർക്കുക ഇത് അത്ര വലിയൊരു കാര്യമൊന്നല്ല. രണ്ട് കൈകൊണ്ട് അടിക്കുമ്പോഴേ ശബ്ദമുള്ളൂ, ഒരു കൈകൊണ്ട് വീശിയ ശബ്ദം ഉണ്ടാവില്ലല്ലോ. ഒരാളെ താന്നാ പ്രശ്നം അവസാനിക്കും. ഞാൻ ഓർത്തു പോകുന്ന ഒരു ഭാഗത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്ത് പറയാം, ഉസ്താദേ ഇത് അത്ര വലിയൊരു കാര്യമല്ല, ഞാനും എന്റെ ജ്യേഷ്ഠനും തമ്മിൽ ഒരുപാട് വർഷത്തോളമായി പിണക്കത്തിലായിരുന്നു പാലക്കാട് ജില്ലയിൽ. ഞാനും എന്റെ ജ്യേഷ്ഠനുമായിട്ട് ഒരുപാട് കാലമായിട്ട് പ്രശ്നത്തിലായിരുന്നു. ഗൾഫിൽ നിന്ന് തെറ്റിയതാ, കാക്കൂറ് കച്ചവടം, അരക്കൂറ് കച്ചവടം. ഗൾഫിൽ പോകുന്ന ആളുകൾക്കറിയാം കൂറ് കച്ചവടം. അങ്ങനെ എനിക്ക് പ്രശ്നം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ജ്യേഷ്ഠൻ വിസമ്മതിക്കും. അങ്ങനെ എന്റെ വീട്ടിൽ പല ഫംഗ്ഷനും നടക്കാറുണ്ട്, ഞാൻ ജ്യേഷ്ഠനെ ക്ഷണിക്കാറുണ്ട്, ജ്യേഷ്ഠൻ വരൂല്ല. ഒരു വേള ജ്യേഷ്ഠന്റെ മോളെ മംഗലം നടക്കാം. ആ മംഗലം ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞിട്ടില്ല, എന്റെ ഭാര്യയോട് പറഞ്ഞില്ല, എന്റെ മക്കളോട് ആരോടും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു? ഒരു 12:30 1 മണി സമയം, ആ ടൈമിൽ ഞാൻ വാഹനം ടാക്സിക്ക് വിളിച്ചു. ആ വാഹനത്തിൽ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും കല്യാണത്തിന് പോയി. ഏത് കല്യാണം? പറയാത്ത സദ്യ, പറയാത്ത കല്യാണം. എന്തിന് പറയണം? ഞാൻ ഏതൊരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നോ അതേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന എന്റെ സ്വന്തം ചോര, എന്റെ സ്വന്തം ജ്യേഷ്ഠൻ, അയാളെ മംഗളൊന്നും പറഞ്ഞില്ലെന്ന് വെച്ച് ചെന്നാലെന്താ? ഞാൻ ഒരു സംശയവുമില്ല, ഞാൻ നേരെ കല്യാണത്തിന് പോയി. ഇയാൾ പറയാം, നേരെ കല്യാണത്തിന് പോയി. കല്യാണത്തിന് ചെന്ന് ഫസ്റ്റ് വാഹനത്തിൽ ഞാൻ ഇറങ്ങി. നമ്മളെ പ്രശ്നത എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ പറച്ചിന്റെ ഡോസ് കുറച്ച് കുറഞ്ഞോ, അല്ലെങ്കിൽ എന്നോട് നേരിട്ട് കണ്ടില്ല, വീട്ടിൽ പോയി പറഞ്ഞാൽ പോരാ, എന്തേ എന്റെ ഫോൺ നമ്പർ അറിയൂലേ, എന്നോട് നേരെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇയാൾ പറയാം, ഞാൻ കല്യാണത്തിന് പോയി, ഫസ്റ്റ് വാഹനം ഞാൻ ഇറങ്ങിച്ചത്. ഞാൻ ഫസ്റ്റ് വാഹനം ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ജ്യേഷ്ഠ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് കല്യാണത്തിന് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക, മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഫസ്റ്റ് വാഹനം ഇറങ്ങിച്ചെന്ന് ജ്യേഷ്ഠനെ കണ്ടപാടെ ഞാൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സലാം പറയുന്ന സമയത്ത് ജ്യേഷ്ഠൻ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തലയും താഴ്ത്തി നിൽക്കുക. സ്വല്പ സമയം കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആകർഷണയോട് നോക്കി. സ്വല്പ സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ 2 നയനങ്ങളിലൂടെയും ചുടുബാഷ്പങ്ങൾ ഒഴുകാൻ തുടങ്ങി, കണ്ണുനീര് ധാരധാര വീഴാൻ തുടങ്ങി. പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. പാറ പോലെ ഉറച്ച പ്രശ്നങ്ങളൊക്കെ ഐസ് കട്ടയെപ്പോലെ ഉരുകിയൊലിച്ചു. ഇന്ന് എന്റെ വീട്ടിൽ എന്ത് കാര്യം നടക്കണോ, ജ്യേഷ്ഠന്റെ വീട്ടിൽ എന്ത് കാര്യം നടക്കണോ, പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടല്ലാതെ ഞങ്ങളെ ഫാമിലിയിൽ ഒരു കാര്യം നടക്കൂല. അത്ര ബന്ധത്തില, അത്ര സ്നേഹത്തില. എന്താ കാര്യം? ഒരാള് സ്വല്പം താന്നു, പ്രശ്നം തീർന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഉസ്താദെ സ്നേഹം വേണം, കുടുംബബന്ധം നിലനിർത്തണം, ഒക്കെ ശരിയാ, എന്നാലും ക്ഷണിക്കാത്ത സദ്യ, അതിനിപ്പോ ഞാനെങ്ങനെ പോവാ? ഇങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും മനോമുഖരത്തിൽ തോന്നിയെങ്കിൽ അതാരെ ചിന്തയാ? ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി. വല്ലാത്ത പ്രേമ ഇബ്ലീസിനോട്. ഇബ്ലീസ് വിചാരിച്ചു പോയി നിങ്ങൾ അലൈഹിസ്സലാം പറഞ്ഞു പോകുന്നു. കാരണം ലഅനത്തുല്ലാഹി ഏതായാലും ചെല്ലുന്നില്ല. ഉറക്കെ പറ, ഇബ്ലീസ്. ഞാനിപ്പോ ചർച്ചിക്കുന്ന വിഷയോ, ഈ വിഷയത്തോട് ഏറ്റവും കൂടുതൽ വിദ്വേഷം വെറുപ്പ് ആർക്കെന്നറിയാവോ? ആർക്കാ?
ഇബ്ലീസിനാ. എല്ലാ ദിവസവും കോൺഫറൻസ് നടക്കുന്നുണ്ട്, സമ്മേളനം നടക്കുന്നുണ്ട്. ഓരോരുത്തർ വന്നുകൊണ്ട് പറയും, ഒരുത്തർ വന്നുകൊണ്ട് പറയും ഞാൻ തന്നെ നിസ്കാരം കള ആക്കിയിട്ടുണ്ട്, നല്ല പരിപാടിയാണ് മോനെ, പക്ഷെ ഒന്നാം സമ്മാനത്തിന് നീ അർഹനല്ല. കൂട്ടത്തിൽ വേറൊരുത്തം വന്നുകൊണ്ട് പറയും ഞാൻ ഒരുത്തന്റെ നോമ്പ് ഫസാദാക്കിയിട്ടുണ്ട്, നല്ല പരിപാടി, പക്ഷെ ഒന്നാം സമ്മാനത്തിന് നീ അർഹനല്ല. കൂട്ടത്തിൽ ഒരുത്തം വന്നുകൊണ്ട് പറയും അവൻ വല്ലാതെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന രണ്ടാളുകൾ അവരെ തമ്മിൽ പിണക്കിയിട്ടുണ്ട്, എടോ നീയാണ് ആൺകുട്ടി എന്ന് പറഞ്ഞ ഒന്നാം സമ്മാനം പിശാചവനക്ക് സംവിധാനിക്കുന്ന. അതുകൊണ്ട് ഞാനിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയത്തോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് ഇബ്ലീസിനുണ്ടാകുക. ആട്ടി പുറത്താക്കണം. പരിസരത്ത് കോമ്പൗണ്ടിന്റെ അകത്ത് എവിടെ ഉണ്ടാവാൻ പാടില്ല, ആട്ടി പുറത്താക്കണം ഇബ്ലീസ്. ഇനി തോട്ടക്കാടുകാർക്ക് ആർക്കെങ്കിലും ഇബ്ലീസിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘമായിട്ടും പ്രസംഗിക്കില്ല. എന്നെ പ്രഭാഷണം കഴിയുന്നതിന് മുമ്പ് ഇനി ആരാണോ സദസ്സിന് എണീക്കുന്നത് എങ്കിൽ ആ എണീക്കുന്ന വ്യക്തിന്റെ മുഖത്തേക്ക് എല്ലാവരും ഒന്ന് ആകർഷണയോടെ നോക്കാൻ താല്പര്യപ്പെടുന്നു. അയാൾ ഇബ്ലീസ് ഒന്നല്ല, പക്ഷെ അയാളെ പിറകിലൂടെ ഇബ്ലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആര് തന്നെ സദസ്സിന് എണീറ്റാലും എല്ലാവരും എണീക്കുന്ന വ്യക്തിന്റെ മുഖത്തേക്ക് ആകർഷണയോടെ ഒന്ന് നോക്കാൻ താല്പര്യപ്പെടാം. ഈ ചിന്ത ആരെ ചിന്തയാ? ഇബ്ലീസ്. ഒരു വേള മഹാനായ നബിയുള്ളാഹി മൂസ അലൈഹിസ്സലാം വഴിയോരത്ത് വെച്ചുകൊണ്ട് ഇബ്ലീസെ കാണുമ്പോൾ ഇബ്ലീസിനോട് പറഞ്ഞത്രേ, മൂസ അല്ലാഹു എന്നെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി, എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, നീ എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ മൂസ? മൂസ നബി പറഞ്ഞു കുഴപ്പമില്ലല്ലോ, റെക്കമെൻഡ് ചെയ്യാലോ, അല്ലാഹുവോട് പറയാലോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറയാ, അല്ലാഹുവേ ഇബ്ലീസിന് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, വല്ല എക്സ്ക്യൂസും നടക്കുമോ തമ്പുരാനെ, വല്ല അഡ്ജസ്റ്റും നടക്കുമോ? മഹാനായ മൂസ നബിയോട് അല്ലാഹു പറഞ്ഞത്രേ, കുഴപ്പമില്ല, ഇബ്ലീസിനെ തിരിച്ചെടുക്കാം. അതിനെന്തേ വേണ്ടൂ? ജസ്റ്റ് ഒരു സുജൂദ്. ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇബ്ലീസ് സുജൂദ് ചെയ്യട്ടെ, എന്നാ ഇബ്ലീസിനെ തിരിച്ചെടുക്കാം, പ്രശ്നം തീർന്നു. അതേ സ്പോട്ടിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് പറയാം, നിന്നെ തിരിച്ചെടുക്കാന്ന് അല്ലാഹു അറിയിക്കുന്നത്, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് സുജൂദ് ചെയ്താൽ മതി, എന്നാ നിന്നെ തിരിച്ചെടുക്കാം. അന്നേരം ഇബ്ലീസ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാം, മൂസ നിന്നെ പോലത്തെ പോയത്തക്കാര് ഭൂമിയിലുണ്ടാവില്ല. എന്താ കാര്യം? ജീവിച്ചിരിക്കുന്ന ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് പറ്റില്ലെന്ന് പറഞ്ഞ് കോളറും കുലുക്കി ഇറങ്ങിയ ആളാ ഞാൻ. ഇനി മരിച്ചുപോയ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യാനോ? അതിന് വേറെ ആളെ നോക്കിക്കോ, എന്നെ കിട്ടൂല. ഇതാരെ ചിന്തയാ? ആ ചിന്തങ്ങ മാറ്റിവെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പലപ്പോഴും കുടുംബങ്ങൾ തകർക്കപ്പെടാൻ, പലപ്പോഴും കുടുംബബന്ധങ്ങൾ തകർക്കപ്പെടാൻ കാരണക്കാരികൾ പെണ്ണുങ്ങളാണ്. പക്ഷേ തോട്ടക്കാടെന്ന് പറയുന്ന പ്രദേശത്തുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ഹൈത്തമി ചർച്ച ചെയ്തില്ല. ഇവര് നല്ലവരെ അല്ലാഹു അങ്ങനെ ആക്കുമാറാവട്ടെ. ഇവിടുത്തെ പെണ്ണുങ്ങളെ കുറിച്ച് എനിക്ക് ചർച്ചയില്ല, എന്റെ കാറിന്റെ ടയറിന്റെ കാറ്റ് വെച്ചാലും കുടുങ്ങിയല്ലോ. ഇവര് നല്ലവരാ. പലപ്പോഴും കുടുംബങ്ങൾ തകർക്കപ്പെടാൻ കാരണക്കാരികൾ പെങ്ങന്മാരാ. നേരെ മറിച്ച് പരസ്പരം കടിച്ചു കീറുന്ന കുടുംബങ്ങളെ ഒരു തസ്ബീഹ് മാലയുള്ള മുത്തുമണികളെ പോലെ കോർത്തിണക്കുന്നതാ, അതും പെണ്ണുങ്ങളാ. ഒന്നിപ്പിക്കുന്ന സ്വഭാവക്കാരികളും പെണ്ണുങ്ങളാണ്, ഭിന്നിപ്പിക്കുന്നതും പെണ്ണുങ്ങളാണ്. എന്നാൽ എന്റെ സഹോദരിമാരെ, നമുക്ക് മാതൃകയാവേണ്ടത് വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരോർക്കുക. കുടുംബബന്ധം നിലനിർത്തുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാതൃകയാവേണ്ടതാരാ? അങ്ങ് ജന്നത്തുൽ മുഹല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇശാ മഗ്രിബിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇശാക്ക് ശേഷം സീരിയൽ കണ്ട്, വനിതമാരെ കണ്ട്, സിനിമ നടിമാരെ കണ്ട്, നടന്മാരെ കാണുന്ന സാഹചര്യമുണ്ടോ? ഒരു സംശയവും വേണ്ട, കുടുംബങ്ങൾ തകർക്കപ്പെടും. സിനിമ കണ്ടാൽ കുടുംബം തകർക്കപ്പെടും. സിനിമ കണ്ടാൽ കുടുംബം തകരും, സംശയിക്കണ്ട. വർത്തമാന കാലത്ത് 2-3 എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങള് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ സഹോദര. എന്താ സിനിമാ ലോകം, എന്താ സിനിമാ നടിമാരെ കണ്ടാൽ കുടുംബം തകർക്കും, ഒരു സംശയമല്ല. എന്തുകൊണ്ട്? എന്താ സിനിമാ ലോകം, എന്താ സിനിമാ നടിമാരെന്താ? നമ്മള് ഡെയിലി പത്രത്തിൽ കാണുന്നല്ലേ, ഇന്നൊരുത്തനെ പ്രേമിച്ച ഓനെ കല്ലെന്ന, ഇന്ന് മാരേജ്, നാളെ ഡൈവേഴ്സ്, മറ്റന്നാ മാരേജ്, അതിന്റെ അപ്പുറം ഡൈവേഴ്സ്, അതിന്റെ അപ്പുറം മാരേജ്, അതിന്റെ അപ്പുറം ഡൈവേഴ്സ്. ഇന്നൊരുത്തനെ പ്രേമിച്ച ഓന്റെ കൂടെ പോകും, അവനെ കല്യാണം ചെയ്യാം. നാളെ ആ നടനെ ഒഴിവാക്കി കുടുംബക്കോട് ചെയ്യാം, നടനെ ഒഴിവാക്കി വേറെ നടന്റെ കൂടെ അവനെ കല്യാണം കഴിക്കാം. മറ്റന്നാ ആ നടനെ ഒഴിവാക്കി വേറെത്തന്റെ കൂടെ. ഈ രൂപത്തിലുള്ള മുറികെട്ട് ഏർപ്പാട് നടത്തുന്ന നടിമാരെ കണ്ടാൽ ഭാര്യ ഭർത്താക്കന്മാരെ കുടുംബങ്ങൾ തകരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സമൂഹത്തെ അറുകൊല പഠിപ്പിച്ചതാരാ? വ്യക്തമായി പറഞ്ഞാൽ സമൂഹത്തെ അറുകൊല പഠിപ്പിച്ച സിനിമാ നടന്മാരാ. വ്യക്തമായ തെളിവോടാ പറയുന്നത്, സിനിമാ നടന്മാരാ. നിങ്ങൾ നോക്ക്,
കോലടക്കം സൃഷ്ടിച്ച കേസ് നിങ്ങളെ വെളിപ്പാടകലെ സംഭവിച്ച കേസ് നിങ്ങൾ മറന്നോ? അബ്ദുൽ മജീദിന്റെ കൊലപാതകം നിങ്ങൾ മറന്നോ സഹോദര? നിങ്ങളെ മറന്നുപോയോ? കോലടക്കം സൃഷ്ടിച്ച കേസ് രണ്ടാമത്തെ ദിവസം വ്യക്തമായി പത്രത്തിൽ വായിച്ചല്ലോ, വ്യക്തമായി പത്രത്തിൽ വന്നല്ലോ. മിഥിലാജ് ദൃശ്യം 3 പ്രാവശ്യം കണ്ടു. റവാഹു മാധ്യമം വ മനോരമ വ ഗൈറുഹുമ, എല്ലാ പത്രത്തിനും വന്ന വാർത്തയാ. മിഥിലാജ് ദൃശ്യം 3 പ്രാവശ്യം കണ്ടു. അബ്ദുൽ കരീം എന്ന് പറയുന്ന പിതാവിന് നെഞ്ചത്ത് കടാര കുപ്പിയിറക്കിയ 22 വയസ്സുള്ള മിഥിലാജ് മോഹൻലാൽ അഭിനയിക്കുന്ന ദൃശ്യമെന്ന് പറയുന്ന സിനിമ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് കണ്ടുകൊണ്ടാണ് വാപ്പാനെ എങ്ങനെ കുത്തണം, വാപ്പാനെ എങ്ങനെ കൊല ചെയ്യണം, വാപ്പാന്റെ ഡെഡ് ബോഡി പുറം ലോകം അറിയാതെ എങ്ങനെ സൂക്ഷിക്കണം, ഇത് പഠിക്കാൻ വേണ്ടി 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ദൃശ്യമെന്ന് പറയുന്ന സിനിമ ആവർത്തിച്ചാവർത്തിച്ച് മിഥുനാജി കണ്ടു. പത്രത്തിലൊക്കെ വന്ന വാർത്തയാണല്ലോ, എല്ലാ പത്രത്തിലും വന്ന വാർത്തയാണല്ലോ. ഞങ്ങൾ സാധാരണ ഉസ്താദുമാർ വല്ല മസ്അല സംബന്ധമായ സംശയം ഉണ്ടെങ്കിൽ ഫത്തുഹുൽ മുഈൻ ആവർത്തിച്ച് നോക്കും, അല്ലെങ്കിൽ തുഹ്ഫ ആവർത്തിച്ച് നോക്കും. പക്ഷെ വാപ്പാനെ കൊല്ലാൻ അത് ആ മസ്അല പഠിപ്പിക്കുന്ന ഞങ്ങളല്ല, അത് ഈ ദീനിന്റെ വക്താക്കളല്ല, അത് സിനിമാ നടന്മാർ. ഒരു സംശയവും വേണ്ട. സാക്ഷാൽ മോഹൻലാൽ അഭിനയിക്കുന്ന പടം, ആ പടത്തിന്റെ മൊത്ത രത്നച്ചുരുക്കം എന്താ? അതിന്റെ മൊത്ത രത്നച്ചുരുക്കം എന്താ? അത് മറ്റൊന്നുമല്ല, ഒരു പോലീസ് കോൺസ്റ്റബിളിനെ കൊല ചെയ്ത് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പുറം ലോകം അറിയാതെ സൂക്ഷിക്കുന്ന ഒരു ഐഡിയയാണ് ആ സിനിമയുടെ മൊത്തം ചുരുക്കം. ഉസ്താദും കാണലുണ്ടോ? ഉസ്താദ് വ്യക്തമായി പറയുമ്പോൾ ഉസ്താദും കാണലുണ്ടോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മണ്ടന്മാരെ കാണുന്ന ദുരവസ്ഥ, ആ മണ്ടത്തരം കാണുന്ന ദുരവസ്ഥ, ആ ഒരു മന്നക്കുട്ടി അല്ലാഹു ദുനിയാവൊന്ന് തരാതിരിക്കുമാറാവട്ടെ. ചലച്ചിത്രല്ലേ, ചലിക്കുന്ന ചിത്രമല്ല, ഒറിജിനാലിറ്റി അല്ലല്ലോ. ആ ഒരു മണ്ടത്തരം കാണുന്ന ദുരവസ്ഥ, ആ ഒരു മണ്ടത്തരം കാണുന്ന ദുരവസ്ഥ അല്ലാഹു ദുനിയാവൊന്ന് വരുത്താതിരിക്കുമാറാവട്ടെ. എന്റെ സഹോദര, സിനിമ കണ്ടാൽ ഈ സിനിമാ താരങ്ങളെ സമൂഹത്തെ അറിവുകളെ പഠിപ്പിക്കാം, ഒരു സംശയവും വേണ്ട. നിങ്ങളെ വിളിപ്പാടകലെ മാസങ്ങൾ കഴിഞ്ഞെങ്കിലും കൂടി വെളിപ്പാടകലെ കഴിഞ്ഞ കൊലപാതകം സ്വന്തം ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തി. അതിലും വ്യക്തമായി അദ്ദേഹം പോലീസിനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ കുളത്തിലേക്ക് സ്കൂട്ടർ തള്ളിയിട്ട് കൊണ്ട് കുളത്തിലേക്ക് ഈ ഒരു കൊലപാതകം നീ എവിടുന്ന് പഠിച്ചതാ? വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഹിന്ദി സിനിമയിൽ നിന്ന് പഠിച്ചതാ. ഒരു ഹിന്ദി സിനിമയിലെ രത്നച്ചുരുക്കെന്താ? ഒരു സിനിമാ നടൻ തന്റെ വാഹനത്തിൽ 2-3 നടന്മാരെ കയറ്റി വാഹനം പുഴയിലേക്ക് ഓടിച്ചിറക്കുന്നു, അയാൾ രക്ഷപ്പെടുന്നു, ഈ കൂടെയുള്ള ആളുകൾ മുങ്ങി മരിക്കുന്നു. ഈ രംഗം കണ്ടുകൊണ്ടാണ് സ്വന്തം മക്കളെയും ഭാര്യയെയും മൃഗീയമായി കൊലപ്പെടുത്താൻ ഈ ഐഡിയ ഞാൻ പഠിച്ചത് ഹിന്ദി സിനിമയിൽ നിന്നാണ്. ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ ആരാ സമൂഹത്തെ ഇത് പഠിപ്പിച്ചത്? ഈ അറുകൊലയും ഈ രക്തബന്ധം തകർക്കാൻ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരു സംശയവും വേണ്ട, നടിമാരാണ്, നടന്മാരാണ്, സിനിമാ ലോക. ഒരു സംശയമല്ല. നമുക്കറിയാലോ, വർഷങ്ങൾക്ക് മുമ്പ് കോലടക്കം സൃഷ്ടിച്ച കേസ് 9 ആളുകളെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊന്നൊരു കൊലപ്പുള്ളിയെ പോലീസ് പിടിച്ച് ചോദിക്കാം, മോനെ നിന്നെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടുകൊണ്ടും അതേ പ്രകാരം തന്നെ കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ടൊക്കെ തെളിവ് നശിപ്പിക്കുന്ന ഐഡിയ നീ എവിടുന്നാ പഠിച്ചത്? വ്യക്തമായി അദ്ദേഹം പോലീസിനോട് പറഞ്ഞു, ഇത് സാക്ഷാൽ മമ്മൂട്ടി സാഹിബ് അഭിനയിക്കുന്ന സേതു രാമയ്യർ എന്ന സിനിമയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. നിങ്ങൾ ഓർത്തു നോക്കൂ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, സിനിമ കാണുന്നോ, സീരിയൽ കാണുന്നോ, കുടുംബം തകരും, ഒരു സംശയമല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ടാ നമ്മളെ പെങ്ങന്മാർക്ക് ഇതൊന്നും പറഞ്ഞു വരുമ്പോ ഒരു മാറ്റം ഉണ്ടാവില്ല, അത് പറയുന്നത് തന്നെ ഇഷ്ടം ഉണ്ടാവില്ല. പല പെങ്ങന്മാരും പഠിച്ചോ ലോകത്ത് എന്തെല്ലാം അപകടം നടക്കുക, അപ്പോഴും നമ്മളെ പെങ്ങന്മാര് കരയില്ല. പെണ്ണുങ്ങളെ കരയുന്ന സംഭവം എപ്പോഴറിയോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന പെണ്ണിന് വല്ലതും ആയ, സീരിയൽ അഭിനയിക്കുന്ന പെണ്ണിന് വല്ലതും ആയ, പഠിച്ചോനെ നമ്മുടെ പെണ്ണുങ്ങളെ കണ്ണിലൂടെയും മൂക്കിലൂടെയൊക്കെ ഒരുപോലെ കണ്ണീരിങ്ങനെ വരിക. ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, ഒരു സിനിമാ നടി ഒരു കള്ളക്കരച്ചിൽ കഴിഞ്ഞാൽ ആ പഹയത്തേക്ക് കിട്ടുന്നത് ലക്ഷങ്ങളെ കിട്ടുന്നത്, 10,000 കിട്ടുന്നത്. എന്നാൽ ഇത് കണ്ട് നമ്മളെ അടുക്കളയിൽ നിന്ന് കരയുന്ന പെണ്ണിന് എന്ത് പുണ്ണാക്കേട്ട. ഞാൻ സിനിമ കണ്ട് കരയുന്ന പെണ്ണ്, സീരിയൽ കാണുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു കവിത ഓർമ്മ വരാം. പണ്ട് രാജകുമാരൻ ഒരു രാജ്ഞിയും വല്ലാതെ സ്നേഹത്തിലായി, പ്രേമത്തിലായി. വിവാഹത്തിന് വീട്ടുകാരെ സമ്മതിക്കില്ലെന്ന് കണ്ടപ്പോൾ രാജകുമാരൻ മാവിൽ കയറി തൂങ്ങി മരിച്ചു. തൊട്ടടുത്ത ചില്ലയിൽ രാജകുമാരി മരിച്ചു. ഇവർ രണ്ടുപേരും മരിച്ചു നിൽക്കുന്ന രംഗം കണ്ടുകൊണ്ട് രാജഭക്തൻ അതിന്റെ താഴ്വാരത്തിലൂടെ വന്നു, തൊട്ടടുത്ത ജില്ലയിൽ അയാൾ മരിച്ചു. 3 പേരും മരിച്ചു നിൽക്കുന്ന രംഗം കണ്ട് ഒരു രസകരമാവുന്ന കാവ്യത്തിന്റെ താഴ്വാരത്തിലൂടെ വന്നു. അയാൾ നല്ല രസകരമായ കവിത അവിടെ എഴുതി വെച്ചു. സീരിയൽ കാണുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ കവിതയെ ഓർമ്മ വരുന്നത്. നമ്മൾക്ക് എന്ത് ഗുണാക്കേട്ട അയാൾ എഴുതി വെച്ചെന്തറിയാ? മന്നവൻ മതി മറന്നു തൂങ്ങി, ഭവതിയോ ഗതിയോർത്തു തൂങ്ങി, എരപ്പാളി നീ എന്തിന് തൂങ്ങി. അയാൾ ചോദിച്ചതാ.
മന്നവൻ മതി മറന്നു തൂങ്ങി, പകുതിയോ ഓതിയോർത്ത് തൂങ്ങി, എരപ്പാളി നീ എന്തിന് തൂങ്ങി. ഇവിടെ രാജാവ് സ്നേഹം മൂത്ത് തൂങ്ങി, അതിന് മതി മറന്നുകൊണ്ട് രാജ്ഞി നോക്കി. ഇത് രണ്ട്